Hello dear students, +1 Computer Science chapter number 1 ക്യുക്കായിട്ട് നമുക്ക് നോക്കാം. യെസ്, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്? 5 ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഷ്യൻ നമ്പർ സിസ്റ്റം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്പർ സിസ്റ്റം എന്നുള്ള ചോദിക്കുകയാണെങ്കിൽ, ചുമ്മാ നമ്പർ സിസ്റ്റം ആണെങ്കിൽ ചാപ്റ്റർ നമ്പർ 2 ഡിസ്കസ് ചെയ്യുന്ന ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമലാണ്. മറിച്ച് ആൻഷ്യൻ നമ്പർ സിസ്റ്റമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം. ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആണ്. ബേസ് എന്നാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ നമ്പർ സിസ്റ്റം. ആ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് എലമെന്റ്സിനാണ്. രണ്ടാമത്തെ സാധനമാണ് ബാബിലോണിയൻ. ഉറപ്പാണ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാബിലോണിയൻ നമ്പർ സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് ആസ് സുമേറിയൻ നമ്പർ സിസ്റ്റം. സുമേറിയൻ എന്ന് പറയും. അതിൻ്റെ ബേസ് ആണ് പ്രത്യേകത. ഏറ്റവും ലാർജസ്റ്റ് ബേസ് ഉള്ള നമ്പർ സിസ്റ്റമാണ് ബാബിലോണിയൻ ഓർ സുമേറിയൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സെക്സാജെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. ഇവിടെ ഒരു പ്രത്യേകത, സീറോക്ക് പകരം ബ്ലാങ്ക് സ്പേസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൈനീസ് നമ്പർ സിസ്റ്റമാണ്. ബേസ് ഈക്വൽ ടു 10 ആണ്. ഫോർത്ത് വൺ ഈസ് ഗ്രീക്ക് നമ്പർ സിസ്റ്റം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഗ്രീക്ക് നമ്പർ സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് ആസ് അയോണിയൻ നമ്പർ സിസ്റ്റം. അയോണിയൻ. ദെൻ റോമൻ ലെറ്റേഴ്സ്. റോമൻ ലെറ്റേഴ്സിൻ്റെ ബേസ് 7 ആണ്. 7 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് 1 തന്നെയാണ്. ദെൻ വി ഫോർ 5. എക്സ് ഉണ്ട്, 10 ആണ്. എൽ യൂസ് ചെയ്യുന്നുണ്ട്, 50. സെഞ്ചുറി 100 ആണ്. ഡി ഫോർ 500. എം 1000 ആണ്. ഈ 7 സിമ്പിൾസ് ആണ് റോമൻ ലെറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. മായൻ നമ്പർ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് ഈക്വൽ 20. ഈ 20 വന്നത് എങ്ങനെ? 10 ലെറ്റേഴ്സ് 10 ഫിംഗേഴ്സ് 10 ടോസ് കാലുമേൽ 10, കയ്യുമേൽ 10. ആ 10 + 10 20 ആണ്. ദെൻ ഇന്തോ അറബിക് നമ്പർ സിസ്റ്റം ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്. 0 ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്തോ അറബിക് നമ്പർ സിസ്റ്റത്തിലാണ്. 0 ഇൻട്രൊഡ്യൂസ് ചെയ്തത് പൊസിഷൻ നമ്പർ സിസ്റ്റം എന്ന് പറയും. ഇതാണ് ഫസ്റ്റ് ടോപ്പിക്. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഓർത്ത് വെക്കേണ്ടത് ബാബിലോണിയൻ, ഗ്രീക്ക്, റോമൻ, മായൻ. അതിൻ്റെ ബേസും പഠിക്കുക. ഏറ്റവും ലാർജസ്റ്റ് ബേസ് ബാബിലോണിയൻ. മായൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 20. ഗ്രീക്ക് നമ്പർ സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് ആസ് അയോണിയൻ. ഫസ്റ്റ് ടോപ്പിക് ഈസ് ഓവർ. സെക്കൻഡ് ടോപ്പിക്കിൻ്റെ പ്രത്യേകത എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മെഷീൻ ആണ്. ഒരുപാട് മെഷീൻസ് പരിചയപ്പെടുക. ഏതൊക്കെ മെഷീൻസ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അബാക്കസ്. അബാക്കസിൻ്റെ പ്രത്യേകത, അബാക്കസിൽ 7 ബീഡ്സ് ആണ്. 7 മുത്തുകളുണ്ട്. 2 ബീഡ്സ്, 2 ബീഡ്സ് ഇൻ അപ്പർ ആൻഡ് 5 ബീഡ്സ് ഇൻ ലോവർ പാർട്സ്. അപ്പുറത്തെ ഓരോ മുത്തിൻ്റെ വാല്യൂ 5 ആണ്. ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു. മുകളിൽ ഈ ലൈൻസിൽ ഏതൊക്കെയാണോ ടച്ച് ചെയ്ത് നിൽക്കുന്നത് അതാണ് അതിൻ്റെ വാല്യൂ കാണിക്കുന്നത്. മുകളിൽ നിന്നും എത്രണ്ണം ടച്ച് ചെയ്ത് നിന്നത് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ടച്ച് ചെയ്തത് മുകളിൽ നിന്നും 1 ആണ്. സോ വാല്യൂ ഈസ് 5. അടിയിൽ നിന്ന് ടച്ച് ചെയ്ത് 1 1 1. സോ ദ ആൻസർ ഈസ് 8. അപ്പം മുകളിൽ 2 ബീഡ്സ്, താഴെ 5 ബീഡ്സ്. ഈച്ച് ബീഡ്സ് ക്യാരി, അപ്പർ പാർട്സിലുള്ള ബീഡ്സ് ക്യാരീസ് വാല്യൂ ഈക്വൽ ടു 5. ലോവർ ബീഡ്സ് ക്യാരി വാല്യൂ ഓഫ് 1 ആണ്. അപ്പം മുകളിൽ 5, അടിയിൽ 1. അപ്പോൾ 8 ആണ്. ഇനി 0 ഡിനോട്ട് ചെയ്യണമെങ്കിൽ ആരും ടച്ച് ചെയ്യണ്ട. അപ്പോൾ 5 ബീഡ്സും താഴെ തന്നെ, 2 ബീഡ്സും മുകളിൽ തന്നെ. 6 ആണെങ്കിൽ മുകളിൽ ഒരാൾ ടച്ച് ചെയ്യുക, അടിയിൽ ഒരാൾ. യെസ്, ദാറ്റ്സ് ഓൾ. ഇതാണ് അബാക്കസ്. അപ്പം മെസ്സപ്പെട്ടോമിയൻസ് ആണ് കണ്ടുപിടിച്ചത്. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ആണ്. എക്സാമ്പിൾ, അടിപൊളി ഒരു എക്സാമ്പിൾ ചെയ്തോ. കം ടു സെക്കൻഡ് മെഷീൻ. സെക്കൻഡ് പാർട്ട് നാപ്പിയർ ബോൺ ആണ്. നാപ്പിയർ ബോണിന്റെ പ്രത്യേകത സിംഗിൾ ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോൺ നാപ്പിയർ. ഇറ്റ് സിംപ്ലിഫൈ ദ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്. ഇൻവെന്റഡ് ലോഗരിതം. തേർഡ് മെഷീൻ ഈസ് പാസ്കലൈൻ. പാസ്കലൈൻ കണ്ടുപിടിച്ച ബ്ലേസ് പാസ്കൽ ആണ്. അയാൾ കണ്ടുപിടിച്ച സംഭാവന അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ആണ്. പ്ലസും മൈനസും ആണ് കണ്ടുപിടിച്ച്. മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡൺ ബൈ റിപ്പീറ്റഡ് അഡീഷൻ ആണ്. അതേപോലെ ഡിവിഷൻ ഈസ് ഡൺ ബൈ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ്. കം ടു ഫോർത്ത് വൺ, ലൈബ്നിസ് കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ ആലോചിച്ചാൽ മതി. പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ 4 ഓപ്പറേഷൻസും പെർഫോം ചെയ്യും. ദ മെഷീൻ ഈസ് കോൾഡ് സ്റ്റെപ്പ് റെക്കണർ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ജക്കാർഡിലും അത് സിംപ്ലിഫൈ ദ മാനുഫാക്ചറിങ് ഓഫ് ടെക്സ്റ്റൈൽസ്.
സിംപ്ലിഫൈ ദ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ടെക്സ്റ്റൈൽസ് വിത്ത് കോംപ്ലക്സ് പാറ്റേൺ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം അത് കണ്ടുപിടിച്ച വ്യക്തി തന്നെയാണ് ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജ് ആണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ഓർത്ത് വെക്കാം, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ഇയാളുടെ ഒരു അസിസ്റ്റന്റ് ആണ് അഗസ്ത അഡാക്കിൻ, ലോകത്തെ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. ദെൻ ഓളറിത് മെഷീൻസ്. ഓളറിത് മെഷീന്റെ പ്രത്യേകത മെക്കാനിക്കൽ പഞ്ച്ഡ് കാർഡ്സ് ആണ്. മാർക്ക് 1 ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ. ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ. ഇതോടുകൂടെ ടോപ്പിക് 2 ഈസ് ഓവർ. ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ മെയിൻ എലമെന്റ് മാർക്ക് 1 ചാൾസ് ബാബേജ്, അനലിറ്റിക്കൽ എഞ്ചിനും ഡിഫറൻസ് എഞ്ചിനും. കം ടു തേർഡ് ടോപ്പിക്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. 5 ജനറേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. 1G, 2G, 3G, 4G, 5G. ഫസ്റ്റ് ജനറേഷൻ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് വാക്വം ട്യൂബ്സ്. ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ അടിപൊളി നോട്ടാവും. ലാംഗ്വേജസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 1Gയിൽ വാക്വം ട്യൂബ്സ് ആണ്. സെക്കൻഡ് ജനറേഷനിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ യൂസ് ചെയ്തത് ട്രാൻസിസ്റ്റേഴ്സ് ആയി. തേർഡ് ജനറേഷനിലേക്ക് വരുമ്പോൾ IC, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടായി. ഫോർത്ത് ജനറേഷനിലേക്ക് ഇറങ്ങുമ്പോൾ മൈക്രോ പ്രോസസ്സർ. ആൻഡ് ഫിഫ്ത്ത് ജനറേഷനിലേക്ക് ഇറങ്ങുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നേരെ തിരിച്ച് അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ യൂസ് ചെയ്ത ലാംഗ്വേജസ്, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറാണ്, അവിടെ യൂസ് ചെയ്ത ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മാത്രം അറിയുന്ന ഭാഷ, മെഷീൻ ലെവൽ ലാംഗ്വേജ്. സെക്കൻഡ് ജനറേഷനിലേക്ക് ഇറങ്ങുമ്പോൾ ന്യൂമോണിക് കോഡ് യൂസ് ചെയ്യുന്ന അസംബ്ലി ലെവൽ ലാംഗ്വേജ്. തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷനിലൊക്കെ നമുക്കറിയുന്ന ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ്. 1G, 2G അന്ത കാലഘട്ടത്തിൽ ദർ ഈസ് നോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആണ് അല്ലേ? കമ്പ്യൂട്ടറിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നില്ല. ഇവിടെയും നോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇവിടെ 3ലും യെസ്. ഒരു പോയിന്റ് കൂടി ഇത്. അവിടെ സൈസിന്റെ കേസിൽ സൈസ് എന്ന് പറയുമ്പോൾ 1G ആണ് ഏറ്റവും സൈസ് ഉള്ളത്. ദെൻ 2G അല്ലെ, സൈസ് കുറവാണ്. 3Gക്ക് സൈസ്. ഈ പോയിന്റ്സ് ഇതുപോലെ വൃത്തിയിൽ പഠിക്കാം. ഇയർ പഠിക്കുന്നതിനെ കാട്ടിയും നല്ലത് ഇത്രയും പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. പല രീതിയിൽ ഷഫിൾ ചെയ്ത് വരും. 1Gയിൽ യൂസ് ചെയ്ത 2 മെഷീൻസ് ഉണ്ട്, എനിയാക്കും യൂണിവാക്കും. എനിയാക്കിന്റെ ഫുൾ ഫോം ചോദിക്കും. എനിയാക് ഇലക്ട്രോണിക്, ന്യൂമെറിക്കൽ, ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ്. എന്നാൽ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയ ഒരു കമ്പ്യൂട്ടറാണ് യൂണിവാക്. യൂണിവാക്കിന്റെ ഫുൾ ഫോം ആണ് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. കം ടു ദി ഫോർത്ത് സെക്ഷൻ. സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഫോർട്രാൻ ആൻഡ് കോബോൾ. തേർഡ് ജനറേഷനിൽ യൂസ് ചെയ്യുന്നത് ബേസിക്. 4Gയിൽ യൂസ് ചെയ്യുന്നത് നമുക്കറിയുന്ന ലാംഗ്വേജ് C++, ജാവ. ഫിഫ്ത്ത് ജനറേഷനിൽ ലിസ്പ് ആൻഡ് പ്രോലോഗ്. അവിടെ ഒരു മൂർസ് ലോ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഫോർ എവറി 2 years, ഓരോ 2 വർഷം കഴിയുമ്പോൾ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻ an IC ഡബിൾ ചെയ്യും. ദെൻ ലാസ്റ്റ് ടോപ്പിക്, ഫോർത്ത് ടോപ്പിക്, വാൻ ന്യൂമാൻ ആർക്കിടെക്ചർ. വാൻ ന്യൂമാൻ ആർക്കിടെക്ചർ കണ്ടുപിടിച്ചത് ജോൺ വാൻ ന്യൂമാൻ ആണ്. ഇയാൾ കണ്ടുപിടിച്ച വാൻ ന്യൂമാൻ ആണ്. ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഗ്രാമാണ് സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ്. ഒരു ഡയഗ്രം വൃത്തിയിൽ പഠിക്കുക. ഇത് തന്നെയാണ് പ്രീവിയസ് ഇയർ മോഡൽ എക്സാം, പബ്ലിക് എക്സാമിനൊക്കെ സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ. വാൻ ന്യൂമാൻ ആർക്കിടെക്ചർ വരക്കാൻ നല്ല എളുപ്പമാണ്. CPU മൈൻഡിലേക്ക് കൊടുത്തെടുക്കുക. CPU ഉള്ളിൽ 3 എലമെന്റ്സ് ആണ്. CPU, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, എല്ലാ ഏരിയനും കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ യൂണിറ്റ്. ദെൻ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഈ 2 സെക്ഷൻ അടങ്ങിയതാണ് CPU. CPU മാത്രം പോരാ, കമ്പ്യൂട്ടറിൽ സ്റ്റോറേജ് ചെയ്യണം. അപ്പോൾ സ്റ്റോറേജ് ഓർ മെമ്മറി യൂണിറ്റ്. സ്റ്റോറേജിലേക്ക് ഇങ്ങോട്ട് കണക്ഷൻ, അങ്ങോട്ട് കണക്ഷൻ. CPU മാത്രം കാര്യം നടക്കുമോ? ഇല്ല. ഇവിടെ തൊട്ടപ്പുറത്ത് ഇൻപുട്ട് യൂണിറ്റ് വേണം.
ഇൻപുട്ട് യൂണിറ്റ്, കീബോർഡ്, മൗസ് തുടങ്ങിയ ഇൻപുട്ട് യൂണിറ്റ്. തൊട്ട റൈറ്റ് സൈഡിൽ ഔട്ട്പുട്ട് യൂണിറ്റ്. ടോപ്പിക് ഈസ് ഓവർ. ഇയാൾ അല്ലെ 1Gയിൽ ENIAC യൂണിവാക്ക് കണ്ടുപിടിച്ചപ്പോൾ ഇതേപോലെ ഇവിടെ ഒരു മെഷീൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എഡ്വാക്ക്. എഡ്വാക്കിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. യെസ്. കം ടു ലാസ്റ്റ് ടോപ്പിക്, ട്യൂറിംഗ് മെഷീൻ. ട്യൂറിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് കണ്ടുപിടിച്ചത് ഒരു ടേപ്പാണ്. Is a tape that consists of 3 symbols and there contain a pointer which moves either right or left. 3 symbols ഉള്ള ഒരു ട്യൂറിംഗ് മെഷീൻ ആണ്. It contains 3 symbols, blank, 0, 1, and there contain a pointer which moves either left or right based on some transition rules. അപ്പോൾ ഈ കണ്ടുപിടിച്ച അലൻ ട്യൂറിങ്ങിനെ പറയുന്ന പേരാണ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ് ടു റിമെമ്പർ, നോട്ട് ചെയ്ത് വെക്കേണ്ടത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ തന്നെയാണ്. ദെൻ ട്യൂറിംഗ് മെഷീൻ, 2 ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്, ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് അലൻ ട്യൂറിംഗ്. പിന്നെ ആദ്യത്തെ പാർട്ടിലെ ആൻഷ്യൻ നമ്പർ സിസ്റ്റത്തിലെ ബാബിലോണിയൻ, ഗ്രീക്ക്, റോമൻ നമ്പർ സിസ്റ്റം, ദെൻ മായ നമ്പർ സിസ്റ്റം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് കോമൺ ആയിട്ട് ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ മാർക്ക് 1 ആണ്. ഫസ്റ്റ് പ്രോഗ്രാമർ അഗസ്റ്റ അഡാക്കിംഗ് ആണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ് ആണ്. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് അലൻ ട്യൂറിംഗ് ആണ്. ഫസ്റ്റ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഫുൾ ഫോം ENIAC, യൂണിവാക്ക്, എഡ്വാക്ക്. ഇതോടുകൂടെ ചാപ്റ്റർ 1 ഇത്ര പഠിച്ചാൽ മതി. ജനറേഷൻ, ഇതിൻ്റെ കൂടെ ആൻഷ്യൻ നമ്പർ സിസ്റ്റം, അതിലുള്ള 4 എലമെന്റ്സ്, ബാബിലോണിയൻ, ഗ്രീക്ക്, മായൻ നമ്പർ സിസ്റ്റം അല്ല, ഗ്രീക്ക്, അതേപോലെ റോമൻ നമ്പർ സിസ്റ്റം. സെക്കൻഡ് എലമെന്റ് അബാക്കസ് വൃത്തിയിൽ പഠിക്കുക. പിന്നെ മൂന്നാമത്തെ സെക്ഷനിൽ ജനറേഷൻ 1G, 2G, 3G, 4G, 5G, ബാക്കപ്പ് ട്യൂബ്സ്, ട്രാൻസിസ്റ്റർ, IC, മൈക്രോ പ്രൊസസർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 1 ഹ്യൂമൻ ആർക്കിടെക്ചർ, ആ ഡയഗ്രാം പഠിക്കുക. 5ാമത് ENIAC, യൂണിവാക്ക്, എഡ്വാക്ക്, അതിൻ്റെ ഫുൾ ഫോം. ആൻഡ് ലാസ്റ്റ് 1 ട്യൂറിംഗ് മെഷീൻ അലൻ ട്യൂറിംഗ് ആണ്. ഇസ് എ ടേപ്പ് ആണ് വിച്ച് കണ്ടെയ്ൻ 3 symbols ആണ്, 0, 1, blank, and there contain a pointer which moves either left or right. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫസ്റ്റ് ഫേസ് ആണ്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്. ചാപ്റ്റർ 1 ഈസ് ഓവർ. താങ്ക് യു.